ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകും നമ്മുടെ വീശലടിച്ച് നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള സ്പോട്ട് വന്നിട്ട് നമ്മുടെ പൊഴിയൂർ കടലിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഇത് കടലിൽ നിന്ന് വെള്ളം കയറി ഇങ്ങോട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വല വീശി നോക്കാം, കിട്ടുമില്ലെന്ന് അറിയില്ല. എന്തായാലും വീശി നോക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ ആദ്യത്തെ വല നമ്മുടെ അനീഷ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൊഴിയൂർ ബീച്ചിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്ഥലത്താണ്. നമ്മുടെ പൊഴി മുറിഞ്ഞ് കുറച്ച് വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ വല കാസ്റ്റ് ചെയ്തിട്ട് അത് വലിച്ച് മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അധികം വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് നമ്മുടെ ഇടുപ്പളോ വെള്ളവും കാര്യങ്ങളും മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വല മുകളിലോട്ട് കയറുകയാണ്. മച്ചന്മാരെ, നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മീൻ അതിനകത്ത് കിടന്ന് കളിക്കുന്നത്. 1 2 3 4 മീൻ വരെ നമുക്ക് ഏകദേശം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ വലയിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അനീഷിത അടുത്ത വല കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വളഞ്ഞു പോയെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ വല വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ്. ഒരുപാട് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള, അതിൻ്റെ നടുക്ക് നമ്മുടെ ഒരു കണ്ടൽക്കാടാണിത്. ഒരുപാട് പച്ചപ്പും കാര്യങ്ങളൊക്കെ തിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ വെള്ളം കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വലയടിക്കാനും അതുപോലെ കൂടെ നിൽക്കാനും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ ടൈം ഇപ്പോൾ ഏകദേശം ഒരു 6-6:30 ടൈം ആയിട്ടുണ്ട്. ഇരുട്ടി വരുന്നൊരു ടൈമാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ആ ഒരു ക്വാളിറ്റിയെ കാണത്തുള്ളൂ. അങ്ങനെ നമ്മുടെ അടുത്ത വല നമ്മുടെ മുകളിലോട്ട് കയറി. എൻ്റെ മോനെ, അപ്പോൾ അതിൽ അത്യാവശ്യം മീനുണ്ട് മച്ചന്മാർ. 2-3 മീനൊക്കെ ചാടിപ്പോയി. നല്ല അടിപൊളി കരിമീൻ അതിനകത്ത് കിടപ്പുണ്ട്. വേറെ കുറേ കുഞ്ഞു തിലോപ്പിയ മീനൊക്കെ അതിനകത്തുണ്ട്. മച്ചന്മാരെ, നമ്മുടെ വലയിൽ കിട്ടിയ ഒരു കുഞ്ഞ് തിലോപ്പിയുടെ വായ്ക്കകത്ത് ഒരുപാട് കുഞ്ഞ് മീനൊക്കെ ഇരിപ്പുണ്ട്. അതൊരു അമ്മയാണ് മച്ചന്മാരെ. അപ്പോൾ ആ ഒരു മീനിനെ എന്തായാലും നമ്മൾ തിരിച്ച് റിട്ടേൺ കുളത്തിലൊക്കെ തന്നെ വിടാൻ പോവുകയാണ്. കാരണം കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു അമ്മ ആയതുകൊണ്ട് നമ്മളിതിനെ കൊണ്ടുപോയാൽ അതിൻ്റെ പാപം നമുക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടും നമ്മൾ ആ മീനിനെ തിരിച്ച് റിട്ടേൺ വലയെന്ന് ഇളക്കി അതിനെ തിരിച്ച് വെള്ളത്തിലോട്ടൊക്കെ തന്നെ വിടുകയാണ്. അതെന്തായാലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി സുഖമായിട്ട് ജീവിച്ചോട്ടെ. അങ്ങനെ ആ മീൻ സന്തോഷമായിട്ട് അത് വലയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വലയിൽ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ നമുക്ക് കയറിയിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പോൾ അനീഷിത അടുത്ത വല കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വല വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വലയിൽ ഒരുപാട് ഹോളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇച്ചിരി കേടുപാട് കാര്യങ്ങൾ സംഭവിച്ചൊരു വലയാണ്. അപ്പോൾ കിട്ടുന്ന മീൻ കുറച്ചൊക്കെ വലയിൽ കൂടെ ചാടി പോകാൻ ചാൻസ് ഉണ്ട്, കുറച്ച് മീനൊക്കെ വലയിൽ കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ അത്യാവശ്യം വലിയ മീനില്ലെങ്കിൽ പോലും ചെറിയ മീൻ ഒരുപാട് മീനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പിടിച്ചു നോക്കാം. നമ്മൾ ഇടുന്ന വലയിലെല്ലാം അത്യാവശ്യം മീനുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വല അടിക്കാൻ ഒരു ക്രൈസ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ആ വല എന്താ നമ്മൾ പൊക്കി കയറ്റിയിരിക്കുന്നു. അതിലുണ്ട് മച്ചാന്മാരെ ഒരുപാട് മീൻ. വലിയ സൈസ് ഇല്ലെങ്കിലും ഒരുപാട് കുഞ്ഞു തിലോപ്പിയ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അനീഷിത രണ്ടും കൽപ്പിച്ച് അടുത്ത വല അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. സംഭവം വല അടിക്കുന്ന വലയിലെല്ലാം മീൻ കയറുന്നത് കൊണ്ട് അനീഷിന് അടിക്കാനുള്ളൊരു ത്വര കൂടുതലായതുകൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാണ്ട് വീശുവല അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിച്ച് മരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ വലയും നമ്മൾ അടിക്കുന്നു, തിരിച്ച് വലിച്ചെടുക്കുന്നു, അടിക്കുന്നു, തിരിച്ച് വലിച്ചെടുക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ എന്തായാലും ആ വലയിൽ മച്ചന്മാരെ മീൻ കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വലയിൽ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ കിടന്ന് ഓടിക്കളിക്കുന്നത്. അത് വലയ്ക്കകത്ത് പെട്ട മീനുകളാണ്. അങ്ങനെ അനീഷ് നമ്മുടെ അവസാന വല കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തലങ്ങും വിലങ്ങും കോണി വീണാലും നേരെ വീണാലും നമുക്ക് ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ നമ്മുടെ വലയിൽ കയറുന്നതുകൊണ്ട് അനീഷിന് ഭയങ്കര ക്രൈസാണ് മീൻ വീശുവല അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു വലയെ പോലും നമുക്ക് മീൻ കിട്ടാതിരിക്കുന്നില്ല. എല്ലാ വലയിലും നമുക്ക് മീൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സൈസ് ഇല്ലെങ്കിൽ പോലും ഇച്ചിരി കുഴപ്പമില്ലാത്തൊരു മീൻ നമുക്ക് കിട്ടുന്നുണ്ട്. മച്ചാന്മാരെ, എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വല കയറിയിട്ടുണ്ട്. അതിലും അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മച്ചാന്മാരെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.